ഹലോ നമസ്കാരം. കോമെറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും കോമെറ്റ് ക്രോമിന് ഒരു വെല്ലുവിളിയാണ്. ഏതെല്ലാം നിലക്കാണ് കോമെറ്റ് ക്രോമിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ളത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതാണ് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. ഏതെല്ലാം നിലക്ക് കോമെറ്റ് ക്രോമിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമെറ്റും ക്രോമിൻ്റെയും ഒരു ബ്രൗസിങ് എക്സ്പീരിയൻസ് ആണ്. അതായത് ക്രോമിൽ ഒരു പാസീവ് ബ്രൗസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേ സാധനം കോമെറ്റിലേക്ക് വരുമ്പോൾ ആക്റ്റീവ് ബ്രൗസിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വയറി ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബ് ലിങ്കുകളാണ് നമുക്ക് തരിക. ആ വെബ് ലിങ്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും വേണ്ടത് ഏതാണ്, നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്, നമ്മൾ അനാലിസിസ് ചെയ്ത ശേഷം നമ്മളായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ഇത് കോമെറ്റിലേക്ക് വരുമ്പോൾ കോമെറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വയറിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി അനാലിസിസ് ചെയ്ത് അതിനൊരു ഉത്തരം തരുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് കോമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോമെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമത് എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, ക്രോമിലൊക്കെ AI അസിസ്റ്റൻ്റ് ഒരു എക്സ്റ്റൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫീച്ചറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ കോമെറ്റിലേക്ക് വരുമ്പോൾ AI അസിസ്റ്റൻ്റ് ഫുൾ ടൈം ഉണ്ട്. അതായത് AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രൗസറാണ് കോമെറ്റ്. അതുകൊണ്ട് തന്നെ AI അസിസ്റ്റൻ്റ് കോമെറ്റിൻ്റെ ബ്രൗസിൽ സദാസമയം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇവിടെ AI അസിസ്റ്റൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ബ്രൗസ് ചെയ്യുന്ന സമയത്തും ഈ ഓപ്ഷൻ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് ഇതിനോട് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ തുറന്നു വെച്ച സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഇതൊരു എജൻറ്റിക് AI ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് ഓരോ റോള് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ യൂട്യൂബിൻ്റെ ഒരു ചാനൽ, ഒരു ടാബ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു AI അസിസ്റ്റൻറ്റിനോട് പറയാണ് ആ ടാബ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു, പ്ലീസ് ക്ലോസ് ദ ടാബ് ഓഫ് യൂട്യൂബിൻ്റെ ടാബ് ക്ലോസ് ചെയ്യേണ്ട ഒരു പ്രോംപ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ടാബ് പോയി. അതേപോലെ തന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ടാബ് പുതിയത് തുറക്കണമെങ്കിലൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അതെന്നെ ഒരു എജൻറ്റിക് AI ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. ഇനി ഇതേ സെയിം ഫംഗ്ഷൻ നിങ്ങൾ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളുടെ Gmail ഉപയോഗിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു മെയിൽ വന്നു. ആ മെയിലിന് ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മെയ്ക്ക് എ റിപ്ലൈ ഫോർ ദിസ് ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏത് ഇമെയിലാണോ അവിടെ തുറന്നു വെച്ചിട്ടുള്ളത്, നമ്മുടെ ആ പ്രോംപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് കോമെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സദാസമയം നമുക്ക് ലൈവായിട്ട് സംസാരിച്ച് ബ്രൗസിങ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ChatGPTയിലും ജെമിനിയിലൊക്കെ ചാറ്റ് ബോട്ടുകളിലൊക്കെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ബ്രൗസറിൽ ഈ ഒരു ഫംഗ്ഷൻ മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് ലൈവായിട്ട് സംസാരിക്കാൻ സാധിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പൺ Gmail. Hello, how can I assist you today? Please open the Gmail. നമ്മൾ അവിടെ ഒരു സിമ്പിളായിട്ടുള്ള വോയിസ് കമാൻഡ് കൊടുത്തു. അത് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ചെയ്ത് നമുക്ക് Gmail തുറന്നു തന്നു. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് റിസ്ക് എടുക്കേണ്ട, ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള വോയിസ് കമൻറ്റുകളും ബ്രൗസറിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത. കോമെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ക്രോം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്രോം ഓരോ ടാബിനെയും ഇൻഡിവിജ്വൽ ടാബുകളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ടാബ് തുറന്നിട്ട് പുതിയൊരു ചാറ്റ് അല്ലെങ്കിൽ പുതിയൊരു ക്വയറി ചോദിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് മിക്കവാറും ലഭിക്കുക. എന്നാൽ ഇത് കോമെറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കോമെറ്റ് തുറന്നു വെച്ച മുഴുവൻ ടാബുകളെയും അനാലിസിസ് ചെയ്യുകയും അതിൻ്റെ കോണ്ടെക്സ്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കും. ഇതുവഴി നമ്മൾക്ക് ഒന്നുകൂടി വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ തുറന്നു വെച്ച ടാബുകളിലൊക്കെ ഒരു കോമൺ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമെറ്റിന് മനസ്സിലാകും നമ്മൾ ഏത് രീതിയിലുള്ള ക്വയറിയാണ് ഇനി നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് തരാൻ അതിന് സാധിക്കും. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമോഷൻസിന് അനുസരിച്ചുള്ള റിസൾട്ട് കൃത്യമായിട്ട് തരാൻ സാധിക്കും എന്നുള്ളതാണ്.
കോമറ്റിനെ കുറിച്ച് ഒരുപാട് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുറേ ആളുകൾ ക്രോം കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് എൻ്റെ ബുക്ക് മാർക്കുകൾ, എൻ്റെ എക്സ്റ്റൻഷനുകൾ അതൊക്കെ ക്രോമിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കോമറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ജിമെയിൽ വെച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ബുക്ക് മാർക്കുകളും എക്സ്റ്റൻഷൻസ് ഒക്കെ ഇതിലേക്കും വളരെ ലളിതമായിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് വളരെ യൂണീക്ക് ആയിരിക്കും, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കോമറ്റ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വെച്ച് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പെർപ്ലെക്സിറ്റിൻ്റെ പ്രോ വേർഷൻ 1 മന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇത് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ലാപ്പുകളിലും കമ്പ്യൂട്ടറുകളിലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുക. സൂൺ അവരെന്ത് ചെയ്യും, ഫോണുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കോമറ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.